നമസ്കാരം. കേരള രാഷ്ട്രീയത്തിലെ നിത്യവിസ്മയം. വാ തുറന്നാൽ വെടിക്കെട്ടും, വോട്ടെണ്ണിയാൽ കരിപ്പടക്കവും തീർക്കുന്ന ജോർജിന്റെ രാഷ്ട്രീയ ഭാവിയിലേക്കൊരു എത്തിനോട്ടം. പൂഞ്ഞാറിലെ പുലി, ഈരാറ്റുപേട്ടയിലെ സിംഹം എന്നൊക്കെ സ്വയം വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും നിലവിൽ പുലി കുറച്ചു പട്ടിണിയിലാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി മുന്നണികൾ മാറി മാറി ചാടുന്നതിൽ ജോർജ് കാണിച്ച ആ ഒരു മെയ്വഴക്കം, ഒളിമ്പിക്സിലായിരുന്നെങ്കിൽ ഒരു സ്വർണമെങ്കിലും നമുക്ക് കിട്ടുമായിരുന്നു. ഇടയ്ക്ക് LDF, പിന്നെ UDF, ഒടുവിൽ ആരും എടുക്കാത്തതുകൊണ്ട് ഇപ്പോൾ താമരക്കുളത്തിൽ ഒരു ഡൈവിംഗ് നടത്തിയിരിക്കുകയാണ് നമ്മുടെ PC. താമര ചിഹ്നത്തിൽ മത്സരിച്ചാൽ പൂഞ്ഞാറിലെ വോട്ടർമാർ കൈവിടില്ലെന്നാണ് PCയുടെ വിശ്വാസം. പക്ഷേ വോട്ടർമാർ പറയുന്നത് തോക്കിൽ തിരയുണ്ടെന്ന് പറഞ്ഞു പേടിപ്പിക്കുന്നത് പഴയ പോലെയൊന്നും ഇപ്പോൾ ഏൽക്കുന്നില്ലെന്നാണ്. ക്രിസ്ത്യാനിയും ഹിന്ദുവും ഒന്നിച്ച് വോട്ട് ചെയ്യുമെന്ന് ജോർജ് സ്വപ്നം കാണുമ്പോൾ ജനങ്ങൾ ചോദിക്കുന്നത് PC ഈ പോക്ക് എങ്ങോട്ടാണ് എന്നാണ്. ഒരുകാലത്ത് നിയമസഭയെ വിറപ്പിച്ചിരുന്ന ജോർജ് ഇപ്പോൾ ചാനൽ ചർച്ചകളിൽ സ്വന്തം ട്രോളുകൾ കണ്ട് ആസ്വദിക്കുന്ന അവസ്ഥയിലാണ്. ഈ തിരഞ്ഞെടുപ്പിലും കൂടി പരാജയപ്പെട്ടാൽ രാഷ്ട്രീയത്തിന് ഒരു ലോങ് ലീവ് കൊടുത്ത് പൂഞ്ഞാറിലെ സ്വന്തം തോട്ടത്തിൽ വിശ്രമ ജീവിതം നയിക്കുന്നതാകും അദ്ദേഹത്തിന് അഭികാമ്യം. കാരണം വോട്ടർമാരുടെ മനസ്സറിയുന്നതിനേക്കാൾ വേഗത്തിൽ പുതിയ മുന്നണികളെ കണ്ടെത്താനുള്ള ജോർജിന്റെ മിടുക്ക് ഇപ്പോൾ അല്പം മങ്ങിയ മട്ടാണ്. വിജയിച്ചാൽ സഭയിലെ പഴയ ഗർജനം, തോറ്റാൽ പൂഞ്ഞാറിലെ വീട്ടിലിരുന്ന് ചാനലുകാരെ തെറിവിളിക്കാം. എന്തായാലും ജോർജിന്റെ അടുത്ത നീക്കത്തിനായി നമുക്ക് കാത്തിരിക്കാം. വാർത്തകൾ തുടരുന്നു.